CPI 25-ാം പാർട്ടി കോൺഗ്രസിന് തുടക്കം. പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിച്ചത്. ദീപശിഖയുമായുള്ള റാലി വേദിയിലെത്തി. നാളെ മുതലാകും പ്രതിനിധി സമ്മേളനങ്ങൾ. ജനറൽ സെക്രട്ടറി മാറുമോ എന്നതാണ് പ്രധാനമായും ചർച്ച ഉയരുന്നത്. ചണ്ഡീഗഡിൽ നിന്ന് തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, പ്രതിനിധി സമ്മേളനം നാളെ മുതലാണ്. അപ്പോഴും ഏവരും ഉറ്റുനോക്കുന്നത് ഡി രാജ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുമോ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉൾപാർട്ടി ചർച്ചയുടെ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? പാർട്ടി കോൺഗ്രസ് ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി പ്രവർത്തകരും ഈ സമ്മേളനത്തിന്റെ എത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനറൽ സെക്രട്ടറി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കുക. നാളെയായിരിക്കും ഈ ചർച്ചകൾക്ക് തുടക്കം കൊടുക്കുക. പ്രായപരിധിയുമായി ബന്ധപ്പെട്ട പ്രായപരിധി എവിടുന്നോ അല്ലെങ്കിൽ പ്രായപരിധി പ്രത്യേകമായി നടപ്പാക്കുമോ അല്ലെങ്കിൽ അറിയേണ്ടത്. അതിപ്പോൾ CPI 25-ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കമായിരിക്കുകയാണ്. പൊതുസമ്മേളനത്തോടു കൂടിയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിച്ചത്. ദീപശിഖയുമായുള്ള റാലി വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നാളെ മുതലാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ പ്രധാനമായും ഉയർന്നു വരാനുള്ള സാധ്യത ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഡി രാജ മാറുമോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചണ്ഡീഗഡിൽ നിന്നും തൗഫീഖ് അസ്ലം നൽകും. തൗഫീഖ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, ഇപ്പോൾ പ്രതിനിധി സമ്മേളനം നാളെയാണ് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ദീപശിഖ വേദിയിൽ എത്തി, റാലി വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ തൗഫീഖ് എന്ന് പങ്കുവയ്ക്കാമോ? പൊതുസമ്മേളനത്തോടു കൂടി പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ വേദിയാണ് നമ്മൾ ഈ കാണുന്നത്. നിരവധി നേതാക്കൾ ഉൾപ്പെടെ വേദിയിലുണ്ട്. ഡി രാജ, അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം, ആനിരാജ ഉൾപ്പെടെയുള്ള CPIയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ വേദിയിൽ ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പാർട്ടി കോൺഗ്രസിലെ CPI കാണുന്നത്. കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ പാർട്ടി ഏത് നിലയിലാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച പ്രധാനമായും ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും. നാളെ മുതലായിരിക്കും പ്രതിനിധി സമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം ഉണ്ടാവുക. ഇനി പൊതുസമ്മേളനം മാത്രമായിരിക്കും ഉണ്ടാവുക. നാളെ രാവിലെ മുതലാണ് പാർട്ടി കോൺഗ്രസിന്റെ മറ്റു അജണ്ടകളിലേക്ക് കടക്കുക. വരുന്ന പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകുന്ന പ്രധാന അജണ്ടകളിൽ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനറൽ സെക്രട്ടറി മാറുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരിക്കും. പ്രായപരിധി എന്നുള്ളത് അത് കർശനമായി നടപ്പാക്കണമെന്ന് ഒരു വിഭാഗം കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ ഉൾപ്പെടെ നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം പുതുതലമുറക്ക് പാർട്ടിയിൽ അവസരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് അത് കർശനമായി നടപ്പാക്കണം. പുതിയ സെക്രട്ടറി വേണമെന്നുള്ള ഒരു ആവശ്യം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്താം എന്നാണ് നിലവിൽ നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതല്ലാതെ പാർട്ടിക്കകത്ത് വേണം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. പുറത്തുള്ള ചർച്ചകൾ ഒരു തരത്തിലും സാധിക്കില്ല, അത് അംഗീകരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നേതാക്കൾ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടുക എന്നുള്ള തന്നെയാണ് നിലവിൽ പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഉള്ള ഒരു അജണ്ടകളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് നിലവിൽ നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാളെ മുതൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ആ വിഷയങ്ങൾ കൃത്യമായിട്ട് തന്നെ ചർച്ച ചെയ്യും. അവസാന ദിവസമായിരിക്കും ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നടക്കുക. ഡി രാജ തുടരുകയാണെങ്കിൽ അത് മുന്നോട്ട് പോകും. അതോ ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റു ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും. ഒരു തെരഞ്ഞെടുപ്പിന് നിൽക്കാതെ എല്ലാവർക്കും സമമായ രീതിയിൽ ചർച്ച ചെയ്ത് ഒരു പ്രസിഡന്റിനെ, ഒരു സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വം നിലവിൽ ലക്ഷ്യം വെക്കുന്നത്. ശരി, ചണ്ഡീഗഡിൽ നിന്നും തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.